മുക്താറാണ് ഒരു പുതിയൊരാളെ പരിചയപ്പെടുത്തിട്ടെ അബ്ദുള്ള ജുറൈസ് എന്തൊക്കെയുണ്ട് സുഖല്ലേ? കാരണം ഇന്നലെ എന്നെ വിളിച്ചെടുക്കാൻ പറഞ്ഞു ഞാൻ ഒരു കാറിന്റെ വീഡിയോ എടുക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ ചോദിച്ചത് പറഞ്ഞില്ലേ ഓഫർ ഉണ്ടോ നിങ്ങൾക്ക് പറ്റുന്ന നല്ലൊരു ഓഫർ ഉണ്ടോ ചോദിച്ചു. പിന്നെ ഒരു സങ്കടപരമായ കാര്യം ഞാൻ മലപ്പുറത്ത് നാസർ ഖാനോട് പറഞ്ഞ മാതിരി തന്നെയാണ് ഇപ്പൊ നിങ്ങളോട് വീണ്ടും പറയാൻ പോകുന്നത്. ലോണ് കാര്യങ്ങള് ഫെസിലിറ്റി ഒന്നുമില്ല. ഈ വണ്ടി നല്ല കണ്ടീഷൻ വണ്ടികള് അല്ല ഒരാള് നിങ്ങളെ വിശ്വസിച്ച് വണ്ടി ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ എന്ത് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും? നമ്മള് 3 മാസം അവർക്ക് വാറന്റി കൊടുക്കും. എഞ്ചിന്, ഗിയർ ബോക്സ്, സ്റ്റിയറിംഗ് 100%. കസ്റ്റമേഴ്സിന് നമ്മൾ 100% എന്ത് കൊടുക്കും? വാറന്റി കൊടുക്കും. അതെ, തീർച്ചയായിട്ടും ഉറപ്പാണ്. ഓക്കെ, ഞാൻ അതുപോലെ നമ്മൾ ബസ് തന്നെ എവിടുന്ന തുടങ്ങാം? ബെൻസിൽ തുടങ്ങാം. E220 തുടങ്ങാം. ഏതാ മോഡൽ വരുന്നത്? ബ്ലാക്ക് കളർ E220D ലോങ് വീൽ ബേസ് ആണ്. എക്സ്ക്ലൂസീവ് ടോപ്പ് എൻഡ് വേരിയന്റ് ആണ് വരുന്നത്. 2017 ആണ്. 54,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വണ്ടി ഷോറൂം കണ്ടീഷൻ ആണ്. വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ മേജർ ആയിട്ടുള്ള ഇല്ല. നമ്പർ ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. നമ്പർ ആക്കിയിട്ട് NOC കൊടുക്കും. നമ്മൾ NOC കൊടുക്കും. നമ്മൾ 26 റുപ്യാണ് ആസ്ക് ചെയ്യുന്നത്. 5 ലക്ഷം റുപ്യ അറൗണ്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പേപ്പറിന് ആവും. നമുക്ക് ഇതിന്റെ ഒരു 26 ലക്ഷം രൂപ വിത്ത് NOC ആസ്കിംഗ് പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നമ്മൾ മാക്സിമം പൊട്ടിച്ചു കൊടുക്കും. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് നമ്മളോട് പറഞ്ഞോളൂ. അല്ല, നമ്മൾ കസ്റ്റമേഴ്സിനെ വിളിച്ചിട്ട് നമ്മൾ മാക്സിമം എന്താക്കി കൊടുക്കും? നമ്മൾ മാക്സിമം പൊട്ടിച്ചു കൊടുക്കും. നല്ല പ്രൈസിൽ കൊടുക്കും. നിങ്ങൾക്ക് കോൾ വരും, നല്ല പ്രൈസിലാണ് AJ Wheels എക്സ്ചേഞ്ച് കൊടുത്തത് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യില്ല, നിങ്ങളെ കസ്റ്റമേഴ്സ് നിങ്ങളെ ബന്ധപ്പെടില്ല. ഇതിന്റെ വേറൊരു കാര്യം, ഇതിന്റെ ബോണറ്റും ഗ്ലാസും ആ സൈഡ് ഹെഡ്ലൈറ്റും നമ്പർ റീപ്ലേസ് ആണ്. 17 വണ്ടിയാണ്. എഞ്ചിനൊക്കെ പക്ക. ഒരു സ്ക്രൂ പോലും എഞ്ചിന് മാറ്റി. അത് ഷോറൂം ഹിസ്റ്ററിയിലുള്ള കാര്യമായിട്ട് ഞാൻ പറയുന്നത്. ഒരു സ്ക്രൂ വരെ മാറി. കാരണം മാറിയാല് അവിടെ എന്തുണ്ടാവും? ഹിസ്റ്ററിയിൽ കയറും. മാറിയിട്ടില്ല. ഇത് 18 മാറിയത്. 17 വണ്ടി 18 മാറിയത്. ഇപ്പൊ 25 ആയില്ലേ? രണ്ട് ക്രിസ്റ്റ ഏതാ മോഡൽ വരുന്നത്? ഇത് 2019 ആണ്. കേരള നമ്പർ ആയ വണ്ടിയാണ്. കേരള നമ്പർ ആയ വണ്ടി വെറും 42,000 കിലോമീറ്റർ ഓടി. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ആണ്. ഇത് 2.8G ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ആണ്. 2.8 അല്ലേ? 2.8G. അതെ, G ഓട്ടോമാറ്റിക്. നല്ല കണ്ടീഷൻ, നല്ല വൃത്തിയുള്ള, നല്ല നീറ്റം വണ്ടി. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ആണ്. വേറെ റീപ്ലേസ്മെന്റോ വണ്ടിന്റെ മെയിൻ എന്തായാലും ഉണ്ടാവും. അതേപോലെ തന്നെ ഇത് കൺവേർട്ടഡ് ആണ്. അതായത് ഗ്രില്ല്, ബമ്പർ, 2 ഫ്രണ്ടും ബാക്ക് ഒക്കെ എന്താണ് സെറ്റിലേക്ക് കൺവേർട്ട് ചെയ്താണ്. ഇതിന് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ ആണ്. 42,000 കിലോമീറ്റർ റിവൺ ആയിട്ടുള്ളൂ. 24 വരെ സർവീസ് ചെയ്താണ്. നമ്മൾ ആസ്ക് ചെയ്യുന്നത് 18,50,000 ആണ്. 18,50,000. അതേപോലെ തന്നെ ഒരു കിലോമീറ്റർ, ഒരു 50,000 കിലോമീറ്റർ കൂടി വിചാരിച്ചിട്ട് 3.5 ലക്ഷം രൂപ മാറ്റാണ് ഈ ഒരു വണ്ടി. HP നമ്പർ ആണ്. വിത്ത് NOC പ്രൈസ് നമ്മൾ പറയുന്നത്. NOC എടുത്ത് കൊടുക്കും. അവരുടെ പേരിൽ NOC ഏത് സ്റ്റേറ്റിലേക്കാണ് വേണ്ടി നമ്മൾ NOC എടുത്ത് കൊടുക്കും. 2019 G ഓട്ടോമാറ്റിക്. 79,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ആണ്. 2.8G ഓട്ടോമാറ്റിക്. 2019 ഒരു 90,000 കിലോമീറ്റർ അല്ലേ? 79,000 കിലോമീറ്റർ. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്, വേറെ റീപ്ലേസ് ഇല്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമ്മൾ 15,50 ആണ് ചോദിക്കുന്നത്. നമ്മൾ 15 റുപ്യ കൊടുക്കും. അതേപോലെ തന്നെ BM വരുന്നുണ്ട്. എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 18 മൈലേജ് കിട്ടുന്ന ഒരു 18. അതെ, 18 100% 18 മൈലേജ് ഉറപ്പാണ്. 2020 ആണ്. 320D. 320D ആണ്. 2020 ആണെങ്കിൽ ഇത് ഡ്രൈവേഴ്സ് കാർ ആണ്. BMW എന്ന് പറഞ്ഞാൽ ഡ്രൈവേഴ്സ് കാർ ആണ്. അതിന്റെ പവർ എഞ്ചിന് 8 ഗിയർ ആണ്. 4 സിലിണ്ടർ ആണ് വരുന്നത്. അതെ, ഓടിക്കാൻ അത് ഈ BMW പ്രേമികൾക്ക് അറിയാൻ മതിയോ? ഓടിക്കാൻ ഇത്ര പവർഫുൾ ആയിട്ടുള്ള വണ്ടി ഇല്ല. BMW ബ്രാൻഡ് ഇല്ല. 42,000 കിലോമീറ്റർ ഓടി. സെക്കൻഡ് ഓണർ ആണ്. ഹരിയാന നമ്പർ ആണ്. ഫുൾ ഓപ്ഷൻ. സൺറൂഫ് ഒക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ. HR നമ്പർ ആണ്. നമ്മൾ ആസ്ക് ചെയ്യുന്നത് 28 ലക്ഷം രൂപയാണ്. 28 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ മാറ്റാൻ വേണം. അത് നമ്മള് മാറ്റിട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കും. അല്ലെങ്കിൽ പേപ്പർ ആക്കി കൊടുക്കണമെങ്കിൽ പേപ്പർ ആക്കി കൊടുക്കും. ഇനിയിപ്പോ എന്തെങ്കിലും മോഡിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ അതും ചെയ്തു കൊടുക്കും. കാരണം നമ്മള് നമ്മൾ ഇതേമാതിരി സെയിൽ ചെയ്ത സമയത്ത് കസ്റ്റമേഴ്സിന് വീല് പെയിന്റ് ചെയ്യണം, അങ്ങനത്തെ റിക്വയർമെന്റ്സ് ഉണ്ടാവില്ല. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും? അത് നമ്മൾ എന്താക്കി കൊടുക്കും? ചെയ്തു കൊടുക്കും. E220D 2013 ആണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. വെറും 92,000 കിലോമീറ്റർ ഓടി. തേർഡ് ഓണർഷിപ്പ് ആണ്. ഫാൻസി നമ്പർ ആണ്. 7007. ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 15,50 ആണ്.
വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും. പക്ഷേ ഇതിൽ ആക്സസറീസ് ഏകദേശം 1.5 ലക്ഷത്തോളം ആക്സസറി ചെയ്തിരിക്കുന്നത്. അതായത് മറ്റേ സസ്പെൻഷന് കാര്യങ്ങൾ വർക്ക് എല്ലാം എടുത്തിരിക്കുന്നത്. വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇത് എടുത്തിട്ട് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. 23 വരെ ഹിസ്റ്ററില്ല വണ്ടി കേട്ടോ കമ്പനിയിൽ. എത്ര ലാസ്റ്റ് 15 മുറിക്കാൻ പറ്റുമോ? 15 നമ്മൾ കസ്റ്റമർ വന്നാൽ കൊടുക്കും. നിങ്ങൾ ചോദിച്ചല്ലേ, നമ്മൾ നോ പറയില്ല. 15 നമ്മൾ കൈ കൊടുത്ത് ഡീലാക്കി. ഞാൻ അതേപോലെ തന്നെ ഇതിന്റെ ഇടയിൽ കൂടി ഒരു പുട്ട് കച്ചവടം പറയാൻ ഒരു ഐറ്റം വരുന്നുണ്ട്. ഏതാ മോഡൽ? 2009 ആണ്. പെട്രോൾ 2009 പെട്രോൾ. എത്ര? 1.29 ഓടി. അതെ, 2029 വരെ പേപ്പർ ഉണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. വേറെ ഇതിന്റെ എന്താ വെച്ചാൽ കമ്പനി കണ്ടീഷനിലാണ് ഉള്ളത്. ഒരു റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 26 AC വർക്ക് ഇപ്പൊ എടുത്താണ്. കൂളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ മറ്റേ ഇവിടെ പോയ കൂളിംഗാ, കാശ്മീർ പോയ കൂളിംഗ്. നല്ല കാശ്മീർ പോയ അവസ്ഥയാണ്. നല്ല മഴ നിർത്തുന്നില്ല കേട്ടോ. എത്ര ലാസ്റ്റ് ഫൈനൽ പ്രൈസ്? നമ്മള് 2.10 ചോദിക്കുന്നത്. നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ നമ്മൾ 1.90 ഫൈനൽ പേപ്പറുള്ള i20 കയ്യുണ്ട്. അപ്പൊ ഇതും ഞാൻ റേറ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. ബാക്കി നിങ്ങൾ സംസാരിച്ച് ഡീലാക്കാം. അപ്പൊ പുതിയ ഒരാളാണ്. അപ്പൊ മാക്സിമം നിങ്ങൾ അത് നമ്മുടെ ഓഫീസ് വരുന്നുണ്ട്. ഓഫീസ് വരുന്നത് മുത്താർബായി പാളയത്ത് KB കോംപ്ലക്സ്. നമ്മുടെ കോഴിക്കോട് പാളയത്ത് KB കോംപ്ലക്സിനുള്ളിലാണ് AJ വീൽസ് എക്സ്ചേഞ്ച്, AW എന്ന് പറയും. നമ്മൾ 4 വർഷമായിട്ട് ഫീൽഡിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേറെ വണ്ടി വേണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ അടുത്ത് 2018-19 2.8 Z വണ്ടി ഉണ്ട്. വെറും 65,000-62,000 കിലോമീറ്റർ ഓട്ടോമാറ്റിക്. ഡൽഹിയിലെ വണ്ടി ഉള്ളത്. നല്ല കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ വിളിച്ചാൽ നമ്മൾ ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് കൊടുക്കും. പിന്നെ ഫോർച്യൂണർ ഉണ്ട് 35,000 കിലോമീറ്റർ ഓടി 2018 4x4. നമ്മൾ ചോദിക്കുന്നത് വെറും 28 ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ്. അത് നമ്മൾ എല്ലാം പേപ്പർ കാര്യങ്ങളെല്ലാം മാറ്റി കൊടുക്കും. നാട്ടിലെത്തിച്ചു കൊടുക്കണമെങ്കിൽ ഈ മലപ്പുറമാണോ കാസർഗോഡാണോ കണ്ണൂരാണോ ഈ ട്രിവാൻഡ്രം ആണെങ്കിൽ നമ്മൾ എന്താക്കി കൊടുക്കും? എല്ലാം എത്തിച്ചു കൊടുക്കും. പക്ഷെ ഞാൻ വണ്ടി എവിടുന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും ചെക്ക് അല്ല ഇവിടെ വന്ന് ചെക്ക് ചെയ്ത് ഓക്കായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം. കാരണം മനുഷ്യർക്ക് വരെ ഗ്യാരണ്ടി ഇല്ല. അങ്ങനെയാണോ ഇലക്ട്രോണിക് സാധനത്തിന് ഗ്യാരണ്ടി? വേറെ കാര്യം മുത്തബായി, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇതിനിപ്പോ ഷോറൂമിൽ കൊണ്ടുപോകണോ, നിങ്ങൾ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. പിന്നെ ആ ബെൻസിൽ നമ്മൾ പറഞ്ഞേ അത് നമ്മൾ ഓൾറെഡി 20,000 രൂപ കൊടുത്തിട്ട് ഷോറൂമിൽ നിന്ന് എന്ത് ചെയ്താണ് സർവീസ് ചെക്ക് ചെയ്ത ബ്ലാക്ക് 47 ചെക്കിംഗ് പോയിന്റ് വരുന്നുണ്ട്. ഒന്നിലും ഫോൾട്ട് കാണിക്കുന്നില്ല. നമ്മൾ 20,000 രൂപ കൊടുത്തിട്ട് 2 ദിവസം മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ളൂ കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ടുള്ളൂ. കാരണം നമ്മളെ വിശ്വസിച്ചെടുക്കുമ്പോൾ പിന്നെ എന്തുണ്ടാവാൻ പാടില്ല, പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. കാരണം കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് ഒരു എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് നാളെ ഒരാളോട് പറയും. അതിങ്ങനെ സ്പ്രെഡ് ഈ മൗത്ത് പബ്ലിസിറ്റി. ഈ വീഡിയോന്റെ ഇതിനാണെങ്കിൽ കൂടുതൽ മൗത്ത് പബ്ലിസിറ്റി ഭയങ്കര ഡെവലപ്പിംഗ് ആണ്. നമുക്ക് കസ്റ്റമർ ഡാറ്റാബേസ് ആണല്ലോ ഇമ്പോർട്ടന്റ്. അപ്പൊ കസ്റ്റമർ ആസ് ഒരു ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മുഖാന്തരം ഒരുപാട് കച്ചവടങ്ങൾ വരുള്ളൂ. അതുകൊണ്ടാണ് മുത്താർബായി നമ്മൾ 4 വർഷമായിട്ട് ബിസിനസ്സിലുണ്ട്. അൽഹംദുലില്ലാ. നമ്മള് സാധാ നിന്ന് തുടങ്ങിയത് നമ്മള് സാധാ ലെവലിൽ നിന്ന് തുടങ്ങിയ പതുക്കെ അൽഹംദുലില്ലാ അല്ലാണ്ടതുകൊണ്ട് നമ്മളിപ്പോ ഇവിടെ എത്തി നിൽക്കുന്നത്. ഇൻഷാല്ലാ നമുക്ക് നമ്മള് വേറാണ്, അതെ എയിം വേറാണ്. നമ്മളാ യാത്രയിലാണ്. നമ്മൾ ഇൻഷാല്ലാ നമ്മള് കൈയെന്നല്ലോ. അപ്പൊ എന്തായാലും ജുറേഷ് ഭായിന്റെ നമ്പർ ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട്. വേഗം വിളിച്ചോളൂ. സങ്കടപരമായിട്ടുള്ള ഒരു സങ്കടം നല്ല ഉള്ള കാര്യം തന്നെയാണ്. ലോൺ എന്തായാലും ഇല്ലാന്നുള്ളൂ. ബാക്കി നിങ്ങളൊന്നും ടെൻഷൻ അടിക്കണ്ട. അടിച്ചുപൊളി ഒരു നല്ലൊരു വണ്ടി എടുക്കാൻ.